Hello friends, welcome to Daily News Analysis. ഞാൻ ആദ്യത്തെ പേജിൽ ഒരു പടമുണ്ട് ന്യൂ ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യസ് ഫസ്റ്റ് അണ്ടർ വാട്ടർ മെട്രോ ട്രെയിൻ ഫ്ലൈങ് ദ ഹൗറ മെയ്ഡൻ എസ്പ്ലനേഡ് സെക്ഷൻ ഓഫ് കൊൽക്കത്ത മെട്രോസ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ വാസ് ഇനോഗ്രേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓൺ വെനസ്ഡേ. അപ്പം ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ. അപ്പം ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. കോസ്റ്റ് ഒന്നും നമ്മൾ ഓർത്തിരിക്കുക. എവിടെയാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്? Country's first underwater transportation tunnel started in Esplanade, Howrah, Maiden Stretch. ഇത് എന്തിന്റെ ഭാഗമാണെന്ന് പറയുന്നത് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോറിന്റെ ഭാഗം. അറൌണ്ട് 4,965 crore മുടക്കിയാണ് ഈ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, ബിൽഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. ഇത് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേറ്റിനകത്ത് വരുന്നുണ്ട്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് മെയിൻ ആയിട്ട് ചോദിക്കാൻ സാധ്യത. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരും. GS3 എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗത്താണ്. ഇത് വരുന്നതോടുകൂടി റോഡ് ട്രാഫിക് ഒക്കെ ഡീകൺജസ്റ്റ് ആകും. നമുക്കറിയാം കൊൽക്കത്ത വൺ ഓഫ് ദ മെട്രോപൊളിറ്റൻ സിറ്റീസ് ഇൻ ഇന്ത്യ ആണ്. സോ ട്രാഫിക് കൺജഷൻ ഒക്കെ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ സീംലെസ് ആൻഡ് ഈസി കണക്ടിവിറ്റി ഉണ്ടാകും. സോ അടുത്ത ഒരു ന്യൂസിലേക്ക് പോകാം. വൈൽഡ് ലൈഫ് അറ്റാക്സ് നൗ ഫേസ് സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ. നമ്മൾ ന്യൂസിൽ കാണുന്നതാണ്. ഇന്ന് തന്നെ ഈ പേപ്പറിനകത്ത് 3 ന്യൂസുകളുണ്ട്. കേരള ന്യൂസ് മാത്രമായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ തലത്തിൽ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്ന ന്യൂസാണ്. GS3 എൻവയോൺമെന്റിന്റെ ഭാഗത്ത് കൺസർവേഷൻ തുടങ്ങിയ ഭാഗങ്ങളിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പിന്നെ അത് കൂടാതെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനകത്തും GS3 വരുന്നുണ്ട്. ഓവർലാപ്പ് ഉള്ള ടോപ്പിക്കാണ്. നമുക്ക് ഇതിന്റെ കാര്യം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ന്യൂസിൽ പറഞ്ഞത് വൈൽഡ് ലൈഫ് അറ്റാക്സ് നൗ എ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ. ഇതിങ്ങനെ ആക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം? ഇതാരാണ് ഡിക്ലെയർ ചെയ്തതെന്ന് ആദ്യം? ക്യാബിനറ്റ് ആണ് ഡിക്ലെയർ ചെയ്തത്. സ്റ്റേറ്റ് ക്യാബിനറ്റ് ആണ് ഡിക്ലെയർ ചെയ്തത് വെനസ്ഡേ. ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആക്കി. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഇടയ്ക്കായിട്ട് എലിഫന്റ് അറ്റാക്സ് ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്ത് ഒത്തിരി മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ക്യാബിനറ്റ് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ പുറത്തിറക്കിയത്. ഇത് ഉണ്ടാകുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ക്യാബിനറ്റ് ഡിക്ലറേഷൻ ഹാസ് ഓപ്പൺ ദ ഡോർ ഫോർ ദ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ടു പ്ലേ എ വൈറ്റൽ റോൾ ഇൻ മിറ്റിഗേറ്റിംഗ് സച്ച് കോൺഫ്ലിക്ട്. അങ്ങനെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാകുമ്പോൾ ആരവിടെ വരും? കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവിടെ ഇടപെടാൻ സാധിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നോക്കുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ് ദ ക്യാബിനറ്റ് ഓൾസോ ക്രിയേറ്റഡ് എ കമ്മിറ്റി ഹെഡഡ് ബൈ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ടു അലിവിയേറ്റ് ദ ത്രെറ്റ് ഓഫ് മറോഡിംഗ് വൈൽഡ് ലൈഫ് ടു ഹ്യൂമൻസ്, എസ്പെഷ്യലി പ്ലാന്റേഷൻ വർക്കർ ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റി. അപ്പം ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വൾണറബിൾ ആയിട്ടുള്ള സെക്ഷൻസിനെ, വർക്കേഴ്സിനെ എഫക്ട് ചെയ്യുന്നു, ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ എഫക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു പാനലും രൂപീകരിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി തുടങ്ങിയ ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരുള്ള പാനലും കൂടെ രൂപീകരിച്ചു. ഫോറസ്റ്റ്, റവന്യൂ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്, നമുക്കറിയാം പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ അതുപോലെ SC/ST വെൽഫെയർ മിനിസ്റ്റേഴ്സ്, ഇവരൊക്കെ ഈ കമ്മിറ്റിയുടെ മെമ്പർ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഇവരൊക്കെയാണ് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമുക്ക് GS4 എത്തിക്സിന്റെ ഒക്കെ ആൻസർ നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച് യൂസ് ചെയ്യാറുണ്ട്. ആരൊക്കെയാണ് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്? അപ്പൊ ആരെയൊക്കെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്? അവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ, ആ തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഇതിന്റെ ഭാഗമാണ്. കൂടാതെ ദ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി വിൽ ഓൾസോ ഇൻക്ലൂഡ് ദ സെക്രട്ടറീസ് ഓഫ് ദീസ് ഡിപ്പാർട്ട്മെന്റ്സ്. ഈ ഡിപ്പാർട്ട്മെന്റുകളുടെ സെക്രട്ടറീസ് അതിന്റെ ഭാഗമായിട്ട് വരും. പിന്നെ അതുകൂടാതെ ദ ഗവൺമെന്റ് വിൽ റെപ്ലിക്കേറ്റ് ദ അപ്പെക്സ് കമ്മിറ്റി അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ. ഡിസ്ട്രിക്ട് ലെവലിലും കമ്മിറ്റീസ് രൂപം കൊള്ളും. എത്തിക്സിലൊക്കെ ഫ്രെയിം ചെയ്യാൻ പറ്റിയ നല്ല നല്ല പോയിന്റ്സ് ആണ്. ഇതൊക്കെ നമ്മൾ ഓർത്തു വെക്കുക, മനസ്സിലാക്കുക, ഓർത്തു വെക്കുന്നത്. ദ മിനിസ്റ്റർ ഇൻ ചാർജ്, നമുക്കറിയാം ഇതൊരു നമ്മളൊരു ഫോളോ ചെയ്യുന്നത് എന്താണ്? ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ. അപ്പോൾ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ദ ഡിസ്ട്രിക്ട് വുഡ് ഹെഡ് ദ കമ്മിറ്റി. പിന്നെ അതുകൂടാതെ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ആൻഡ് heads of various departments including the Kerala State Disaster Management Authority will be roped in as members. പിന്നെ ഇതുകൊണ്ടുണ്ടാകുമ്പോൾ എന്താണ്? സ്റ്റേറ്റ് ലൈക്ലി, അടുത്ത ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് ലൈക്ലി ടു ബി എംപവേർഡ് ടു ടേക്ക് എ കോൾ ഓൺ ഷൂട്ടിംഗ് ഡൗൺ ഓൺ ആൻ ആനിമൽ കൺസിഡേർഡ് ആസ് ത്രെറ്റ്. ഇങ്ങനെ വരുമ്പോഴത്തേനും സ്റ്റേറ്റിന് തന്നെ ഡിക്ലെയർ ചെയ്യാം, ഇന്ന ഒരു ആനിമലിനെ ഷൂട്ടിംഗ് ഡൗൺ ചെയ്യാം. അങ്ങനെ ഓർഡേഴ്സ് സ്റ്റേറ്റിന് കൊടുക്കാൻ സാധിക്കും ഹ്യൂമൻ ലൈഫ്സിന് ത്രെറ്റ് ഉണ്ടാകുമ്പോൾ. കാരണം എന്തുകൊണ്ടാണ്? സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ സ്റ്റാറ്റസ് നമ്മൾ അതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത ഇപ്പുറത്തൊരു ന്യൂസ് ഉണ്ട്. ആ സ്റ്റേക്കേഴ്സ് ഫോർ, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ സ്റ്റേക്കേഴ്സ് ഫോർ എക്കോ ടൂറിസം റൈസ് സ്പൈക്ക് ഇൻ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് ഇൻ സ്റ്റേറ്റ്. ഇതൊരു ത്രെട്ടായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ടൂറിസം
നമ്മൾ ടൂറിസം ഡിപ്പെൻഡന്റ് ആവുന്നുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് കുറെ റവന്യൂസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. അപ്പം ടൂറിസത്തിന് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പം ആ ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് ഭയം കൊണ്ട് ഒഴിവാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യം. സോ നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം. അടുത്തതായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഈ പിക്ചർ ഇട്ടേക്കുന്നത് മൾട്ടി റോൾ ഹെലികോപ്റ്ററിന്റെ ഒരു നേവിയിലേക്ക് ഇൻഡക്ട് ചെയ്ത സെറമണിയുടെ പിക്ചർ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. ന്യൂസിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. MH-60R ഇതൊരു മൾട്ടി റോൾ ഹെലികോപ്റ്ററാണ്. അന്നൊരു പടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് അന്ന് ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂസ് പേപ്പർ അനാലിസിസ്. അതൊന്നുകൂടെ റിവൈസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ കൂടിയാണ് ഈ പടം ഞാൻ കൊടുത്തിട്ടുള്ളത്. MH-60R ഹെലികോപ്റ്റേഴ്സിന്റെ പടമാണ് ഇത്. മൾട്ടി റോൾ ഹെലികോപ്റ്ററാണ്. അത് നേവിയിലേക്ക് ഇൻഡക്ട് ചെയ്യുകയുണ്ടായി. അതിന്റെ ഒരു സെറമണിയുടെ ഭാഗമായിട്ടാണ് ഈ പടം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം. സുപ്രീം കോർട്ട് ഡിസിഷൻ റിലീഫ് ഫോർ സ്റ്റേറ്റ് മിനിസ്റ്റർ. അതായത് ഇതിനകത്ത് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന് അൺമെറ്റ് അരിയേഴ്സ് ആൻഡ് ഇമ്മീഡിയറ്റ് ഒബ്ലിഗേഷൻസ്, കടൻ ഈ കാര്യങ്ങളൊക്കെ ഈ കുറെ കാര്യങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു ആളുകൾക്ക് കടമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്. അത് തീർക്കാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റ് 13,600 കോടിയോളം നമ്മൾ ബോറോ ചെയ്യുന്നു. അപ്പൊ ആ ബോറോ ചെയ്യാതിരിക്കാനുള്ള കാര്യം, ഇത്രയും നാളും ബോറോ ചെയ്യാൻ ആരായിരുന്നു തടസ്സമായിരുന്നത്? സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഒബ്ജക്ഷൻ ആയിരുന്നു തടസ്സമായി. സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ബോറോ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് സുപ്രീം കോർട്ടിനെ പെറ്റീഷൻ ഫയൽ ചെയ്യും സുപ്രീം കോർട്ടിൽ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ബോറോ ചെയ്യാൻ സാധിക്കും എന്ന ഒരു ഓർഡർ സുപ്രീം കോർട്ട് പുറപ്പെടുവിക്കുകയാണ്. പിന്നെ അതുകൂടാതെ ഇടയ്ക്ക് ബോറോയിങ് കൊടുക്കാം. സുപ്രീം കോർട്ടിൽ പെർമിഷൻ വിഡ്രോ ചെയ്തോളാനും സ്റ്റേറ്റിനോട് സെൻട്രൽ ഗവൺമെന്റ് ആവശ്യപ്പെടും. നമുക്ക് തരണമെങ്കിൽ നിങ്ങൾ ആദ്യം സുപ്രീം കോർട്ടിൽ കൊടുത്ത പെറ്റീഷൻ നിങ്ങൾ വിഡ്രോ ചെയ്യണം. അപ്പോൾ അതിലും ഒരു സുപ്രീം കോടതിയുടെ ഒരു ഇടപെടലുണ്ട്. കാരണം സ്റ്റേറ്റിന് ആർട്ടിക്കിൾ 131 പ്രകാരം സുപ്രീം കോർട്ടിന് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ അതിന് എഗൻസ്റ്റ് ആണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. നിങ്ങൾ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. സോ അതിന്റെ ഭാഗമായിട്ട് ഒരു ഓർഡറും കൂടെ വരികയാണ്. അതിന്റെയൊക്കെ ബേസിസിലാണ് ഞാൻ ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് 131 എന്താണെന്ന് നോക്കാം. ഇത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ടാണ് സൂചിപ്പിക്കുന്നത്. സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ദ സുപ്രീം കോർട്ട് ഷാൽ to the exclusion of any other court have original jurisdiction in any dispute. അതിന്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്തിലൊക്കെയാണ് വരുന്നത് നമുക്ക് നമ്മൾ പൊളിറ്റിയിൽ പഠിക്കുന്നതാണ്. ജസ്റ്റ് റിവിഷൻ ആയിട്ട് നമ്മൾ നോക്കിയാൽ മതി. ബിറ്റ്വീൻ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് വൺ ഓർ മോർ സ്റ്റേറ്റ്സ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഒന്നിലധികം സ്റ്റേറ്റ്സും ആയിട്ടുള്ള കേസുകൾ സുപ്രീം കോർട്ടിലെ ഫയൽ ചെയ്യാൻ സാധിക്കും. പിന്നെ രണ്ടാമതായിട്ട് അത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷന്റെ കീഴിൽ വരുന്ന സുപ്രീം കോർട്ട്. രണ്ടാമതായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ ഒരു സ്റ്റേറ്റോ ഒന്നിലധികം സ്റ്റേറ്റോ ഒരു സൈഡിലും വേറെ ഒരു സ്റ്റേറ്റോ മറ്റു കുറച്ച് സ്റ്റേറ്റുകളോ അതർ സൈഡിലും, അങ്ങനെയുള്ള കേസുകളിലും സുപ്രീം കോടതിക്ക് ഒറിജിനൽ ജൂറിസ്ഡിക്ഷന്റെ കീഴിൽ വരുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് ബിറ്റ്വീൻ 2 or more സ്റ്റേറ്റ്സ്. അങ്ങനെയുള്ള കേസിലും നമുക്ക് സുപ്രീം കോടതി അവിടെ ഇടപെടുന്നു. ഇനി അടുത്തതായിട്ട് ഇവിടെ അടുത്തൊരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ദ ടെയിൽ ഓഫ് ഹാവ് മണി ബൈ മിറക്കിൾ ഡ്രഗ്. ഇതിനകത്ത് പറയുന്നതിനാണ് നമുക്ക് ഒരാഴ്ചയായിട്ട് നമ്മുടെ ആർട്ടിക്കിൾസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ന്യൂസ് പേപ്പറിൽ മാജിക് ഇൻജെക്ഷൻസിനെ പറ്റി. മാജിക് ഇൻജെക്ഷൻസ് ദാറ്റ് ഗ്യാരണ്ടി വെയിറ്റ് ലോസ് കുറയ്ക്കാൻ ചില മാജിക് ഇൻജെക്ഷൻസ് യൂസ് ചെയ്യുക. അതിനകത്ത് മാജിക് ഇൻജെക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രഗ്സ് ആണ്. കണ്ടെയ്ൻ എ ഡ്രഗ് കോൾഡ് സെമാഗ്ലൂട്ടൈഡ്. സെമാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്ന ഒരു ഡ്രഗ് ആണ് മാജിക് ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. ഒറിജിനലി ഈ ഡ്രഗ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ടൈപ്പ് 2 ഡയബറ്റീസ് മെല്ലിറ്റസ്, അതായത് ഷുഗറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി, ടൈപ്പ് 2 ഡയബറ്റീസ് മെല്ലിറ്റസിന് ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് സെമാഗ്ലൂട്ടൈഡ് അല്ലെങ്കിൽ മാജിക് ഇൻജെക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് ഈ ഡ്രഗ് വെയിറ്റ് ലോസും ഉണ്ടാക്കാറുണ്ട്. However, many of the articles promoting those drugs fail to mention that this weight loss drug has not been approved for sale in India. പല പരസ്യങ്ങളും ആർട്ടിക്കിൾസിൽ വരാറുണ്ട്, പക്ഷേ അവർ മെൻഷൻ ചെയ്യുന്നില്ല ഈ ഡ്രഗ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ സെയിൽ ചെയ്യാൻ അപ്രൂവൽ കിട്ടിയിട്ടില്ല. ബട്ട് ഈസ് ബീങ് അഡ്മിനിസ്ട്രേറ്റ് ബൈ ഡോക്ടേഴ്സ് ടു പേഷ്യൻസ്
who are mostly affluent. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ, ഡോക്ടേഴ്സിന് മാത്രമേ ഈ ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റൂ. ഇതെന്താണ് നടക്കുന്നത്? ചുമ്മാ സെയിൽ ചെയ്യുന്ന ഡ്രഗ്സ്. അപ്പൊ അതാണ് ഈ ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്യുന്നത്. That these magic drugs which are being promoted in the media have not undergone clinical trials in India highlights the role of the regulator and doctor. അപ്പം ഒരു റെഗുലേറ്ററും ഡോക്ടറിന്റെ ഒക്കെ ആവശ്യകതയെ പറ്റിയാണ് ഈ ഡ്രഗ്സ് ഒക്കെ ചുമ്മാ സെയിൽ ചെയ്യുകയാണ്, അതിന്റെ മീഡിയ പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു റെഗുലേഷന് ഒക്കെ ആവശ്യമാണെന്നാണ് ഈ ആർട്ടിക്കിൾ മെൻഷൻ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, GS2വിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സ്ലോ ആൻഡ് അൺസ്റ്റഡി. കുറെ നാളായിട്ട് നമ്മൾ ന്യൂസിൽ കാണുന്നതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് എന്താണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്? ദ തമിഴ്നാട് ലെജിസ്ലേറ്റീവ് അസംബ്ലി സെക്രട്ടേറിയറ്റ് ഹാസ് ഡിക്ലെയർഡ് ദ തിരുക്കൊയിലൂർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി വേക്കന്റ് due to the conviction and disqualification of former higher education minister K. Ponnuri in a disproportionate assets case. ഒരു എൻഫോഴ്സ്മെന്റ് കേസുമായിട്ട് ബന്ധപ്പെട്ട്, ED കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മിനിസ്റ്ററുടെ, ഒരു ഫോർമർ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ ഒരു ലെജിസ്ലേച്ചർ പൊസിഷൻ നമ്മൾക്കറിയാം, അത് വേക്കന്റ് ആയിട്ട് അസംബ്ലി ഡിക്ലെയർ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ന്യൂസ് ആയിരുന്നു ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കുറെ നാളായിട്ടുള്ള ന്യൂസാണ്. ദിസ് അനൗൺസ്മെന്റ് came after a significant delay compared to the swift declaration of another constituency. ഇതിൽ ഇതാണ് പറയുന്നത്, വേറൊരു കോൺസ്റ്റിറ്റ്യുവൻസി, വിളവങ്കോട് എന്ന് പറയുന്ന അവിടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു പൊസിഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ അല്ലെങ്കിൽ ഒരു ലെജിസ്ലേച്ചർ പൊസിഷൻ പെട്ടെന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത്. പക്ഷേ ഈ കേസിൽ, നമ്മുടെ കെ പൊന്മുടിയുടെ കേസിൽ വളരെ ലോ ആയിട്ടാണ്, സ്ലോ പ്രോസസ്സിലാണ് അല്ലെങ്കിൽ ഡിലേഡ് ആയിട്ടാണ് അത് വേക്കന്റ് ആക്കിയെന്നാണ് ഇങ്ങനെ ഒരു കേസ് വന്നപ്പോഴത്തേക്ക്. ദ ഡിലേ ഇൻ തിരുക്കൊയിലൂർ ഈസ് ഫസ്റ്റ്ലി ദാറ്റ് ദ മദ്രാസ് ഹൈക്കോർട്ട്സ് കൺവിക്ഷൻ ഓർഡർ വാസ് നോട്ട് സ്റ്റേഡ് ബൈ ദ സുപ്രീം കോർട്ട്. ഇവർ കുറ്റം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മദ്രാസ് ഹൈക്കോർട്ട് കൺവിക്ഷൻ ഓർഡർ കൊടുത്ത സമയത്ത് അത് സുപ്രീം കോർട്ട് ഒന്നും സ്റ്റേ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വേണമെങ്കിൽ ഇവരുടെ ലെജിസ്ലേറ്റീവ് പൊസിഷൻ ഡിസ്ക്വാളിഫൈ ചെയ്യായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല, അതിനൊരു ഡിലേ വന്നു എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് പൊന്മുടി ഫെൽ അണ്ടർ സെക്ഷൻ 8(1) ഓഫ് ദ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951. ഇതിന്റെ കേസിൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് GS2വിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് പൊന്മുടി വരുന്നത് സെക്ഷൻ 8(1)നകത്താണ്. മാൻഡേറ്റ്സ് ഇമ്മീഡിയറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ അപ്പോൺ കൺവിക്ഷൻ. ഒരാൾ ഒരു കേസിൽ പ്രതി ചേർന്ന് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആളെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതാണ് സെക്ഷൻ 8(1) ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1981. This discrepancy raises concerns about the coordination between the judiciary and the legislature, especially in anti-corruption cases involving lawmakers. അപ്പം ഇതിനകത്ത് പറയുന്നത് എന്താണ്, ഒരു കോർഡിനേഷൻ വേണം ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും തമ്മിൽ, എസ്പെഷ്യലി ഇൻ ആന്റി-corruption cases involving lawmakers. The article concludes by highlighting the importance of both branches working together to maintain public confidence in democracy and ensuring fair treatment for all, including critics of establishment. എല്ലാവർക്കും ഒരു ഫെയർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ഇതിനകത്ത് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തായിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, വാട്ട് മേക്സ് ASML ചിപ്പ് മേക്കിംഗ് മെഷീൻ ദ സയന്റിഫിക് മാർവൽ. ഇത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗത്ത്. പിന്നെ അതുപോലെ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പുതിയ ഇന്നോവേഷൻസും ടെക്നോളജീസും എല്ലാം GS3കകത്ത് ഇമ്പോർട്ടന്റ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗത്ത്. സോ നമുക്ക് എന്താണെന്ന് നോക്കാം. ASML എന്ന് പറഞ്ഞ ഒരു ഡച്ച് കമ്പനിയാണ്. ഇവർ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലെ ചിപ്പ് മേക്കിംഗിൽ ഒരു കീ പ്ലെയർ ആണ്. ASML specializes in the development and manufacturing of photolithography equipment, which is crucial for production of integrated circuits, ICs or computer chips. ICs ഉം കമ്പ്യൂട്ടർ ചിപ്സും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതിൽ സ്പെഷ്യലൈസ് ആയ ഒരു ടീമാണ് ASML എന്ന് പറയുന്ന ഒരു കമ്പനി. അപ്പോൾ ഇവർ യൂസ് ചെയ്യുന്നത്, ഇവരുടെ ഒരു മെത്തേഡ് ഉണ്ട്, ഫോട്ടോലിത്തോഗ്രഫി എക്യുപ്മെന്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഇവര് അതിന്റെ ഡെവലപ്മെന്റിലും മാനുഫാക്ചറിംഗിലും ഒക്കെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളുകളാണ് ASML എന്ന് പറയുന്ന കമ്പനി. ഫോട്ടോലിത്തോഗ്രഫി എന്താണെന്ന് നമുക്ക് ആദ്യം. ഫോട്ടോലിത്തോഗ്രഫി ഈസ് എ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് പ്രോസസ് വേർ എ ലൈറ്റ് സോഴ്സ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ എ പാറ്റേൺ ഫ്രം എ ഫോട്ടോമാസ്, എ സ്റ്റെൻസിൽ ലൈക്ക് ടെംപ്ലേറ്റ് ഓൺ ടു എ സെമി കണ്ടക്ടർ വാഫർ. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇതൊരു ഫോട്ടോലിത്തോഗ്രഫി എന്ന് പറഞ്ഞ ഒരു സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ്. സെമി കണ്ടക്ടേഴ്സ് മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് സെമി കണ്ടക്ടേഴ്സ്.
where a light source is used to transfer a pattern from ഒരു ലൈറ്റ് സോഴ്സ് ഉപയോഗിച്ച് ഒരു പാറ്റേൺസിനെ നമ്മൾ എന്താക്കി മാറ്റുകയാണ്, സെമി കണ്ടക്ടർ വേഫർ ആക്കി മാറ്റും. അങ്ങനെ സെമി കണ്ടക്ടർ നമ്മൾ അവിടെ മാനുഫാക്ചർ ചെയ്യും. അങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ ടെക്നിക്കാണ് ഫോട്ടോലിത്തോഗ്രഫി എന്ന് പറയുന്നത്. ASML's advanced photolithography machines use a process known as extreme ultraviolet lithography. ഇത് നമ്മൾ EUV എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഇവർ യൂസ് ചെയ്യും. അത് യൂസ് ചെയ്യുന്ന എന്താണ്, എക്സ്ട്രീം അൾട്രാവയലറ്റ് ലിത്തോഗ്രഫി, വിച്ച് എംപ്ലോയ്സ് വെരി ഷോർട്ട് വേവ് ലെങ്ത് ലൈറ്റ്, എക്സ്ട്രീംലി അൾട്രാവയലറ്റ് ആയിട്ടുള്ള എക്സ്ട്രീംലി ഷോർട്ട് വേവ് ലെങ്തിലുള്ള ലൈറ്റ്. അതൊക്കെ നമ്മുടെ ഫിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഇവർ ഷോർട്ട് വേവ് ലെങ്ത് ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ടു അച്ചീവ് high resolution and precision in chip making. The semiconductor industry continually strives for a smaller and more powerful chips. ഇനി നമ്മൾക്കറിയാം ഒരു ടെക്നോളജി അഡ്വാൻസ് ആകുമ്പോൾ എന്താണ്, നമ്മൾ അതിന്റെ സൈസ് കുറയ്ക്കാൻ നോക്കും. അപ്പോൾ ഇവരെന്താണ്, സ്മോളർ ആയിട്ടുള്ള മോർ പവർഫുൾ ആയിട്ടുള്ള ചിപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ASML's technologies play a pivotal role in enabling the production of small features of semiconductor wafers. ഇതിന്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണെന്ന് നോക്കാം. It is crucial for the development of advanced microprocessors, memory chips, and other semiconductor components used in a wide range of electronic devices, including computers, smartphones, and various IoT devices, Internet of Things. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് ഈ കേപ്പബിലിറ്റി, ഈ നമ്മുടെ ASML ടെക്നോളജീസ് യൂസ് ചെയ്യാം. ഓക്കെ, in essence, ASML's chip making technology, especially in the realm of EUV lithography, extreme ultraviolet lithography and EUV lithography, contributes significantly to the ongoing advancement and miniaturization of semiconductor devices, playing a vital role in the evolution of modern electronics. ഈ ആർട്ടിക്കിൾ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. By continuously making semiconductor chips smaller and faster and more efficient, technology has progressed from just 4 transistors in the first IC, integrated circuit, in 1948 to more than 19 billion in smartphone chips. നമുക്കറിയാം തുടക്കത്തിലുള്ള ഫസ്റ്റ് IC എന്ന് പറഞ്ഞാൽ പല ട്രാൻസിസ്റ്റേഴ്സിന്റെ നമ്മുടെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ട് ആണ് IC എന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. 1948 ഡെവലപ്പ് ചെയ്തപ്പോൾ ജസ്റ്റ് 4 ട്രാൻസിസ്റ്റേഴ്സ് എന്നാണ് തുടങ്ങിയത്. ഇപ്പോഴത്തെ ടെക്നോളജി ഒക്കെ പ്രകാരം എന്താണ് നമുക്കറിയാം, 19 ബില്യൺ ഒക്കെ വരെ സ്മാർട്ട്ഫോണിനകത്ത് ചിപ്സ് ഉണ്ട്. ഓക്കെ, ഇൻ സ്മാർട്ട്ഫോൺ ചിപ്സ് അതിലേക്ക് IC രൂപം കൊണ്ടു. അത്രയും ഇതിലേക്ക് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് മാറി, അത്രയും ഡെവലപ്മെന്റ് അഡ്വാൻസ്ഡ്. The high NA EUV, extreme ultraviolet machine, UV machine is the current cutting edge in making these chips. ഇത് പുതിയൊരു ലീപ്പാണെന്നാണ് സയൻസ് ആൻഡ് ടെക്നോളജി. ദിസ് മെഷീൻ, ഈ EUV-യുടെ ഒരു ഇതിന്റെ ഒരു പ്രത്യേകത, ദിസ് മെഷീൻ INA EUV മെഷീൻ എന്ന് പറയുന്ന മെഷീന്റെ പ്രത്യേകതയാണ് യൂസസ് എക്സ്ട്രീം അൾട്രാവയലറ്റ് ഫോട്ടോ ലിത്തോഗ്രഫി, എ നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജി ടു മേക്ക് സെമി കണ്ടക്ടേഴ്സ്. ഇവർ യൂസ് ചെയ്യുന്ന ടെക്നിക്കിന്റെ പേരാണ് എക്സ്ട്രീം അൾട്രാവയലറ്റ് ഫോട്ടോ ലിത്തോഗ്രഫി. പേരൊക്കെ നമ്മൾ പ്രിലിംസിൽ കാണുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, അൾട്രാവയലറ്റ് ഈ ഫോട്ടോ ലിത്തോഗ്രഫിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഓർക്കുക എത്രത്തോളം നമ്മുടെ സയൻസ് ഡെവലപ്പ് ആയി. അന്ന് ഒരു 4 ട്രാൻസിസ്റ്റേഴ്സ് തുടങ്ങിയത് ഇപ്പൊ 19 ബില്യൺ ഈ സ്മാർട്ട് ഫോൺ ചിപ്സിലേക്ക് മാറി. അപ്പൊ ആ കാര്യം ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിലേക്ക് അത്രയും ഡെവലപ്ഡ് മനസ്സിലാവും. അങ്ങനത്തെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇനി ഡ്യൂ കോഴ്സ് ഓഫ് ടൈമിൽ എന്താണ് ഈ ചിപ്സിന്റെ സൈസ് സ്മോളർ ആക്കുക, അവർ ഫാസ്റ്റർ ആക്കുക, അവരുടെ പ്രോസസ്സ് എഫിഷ്യന്റ് ആക്കുക, അതൊക്കെ ആയിരിക്കും അടുത്ത കാലങ്ങളിൽ നമ്മൾ കാണാൻ ഇരിക്കുന്നത്. സോ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ മെയിൻ ന്യൂസ് എന്ന് പറയാൻ. സോ താങ്ക് യു, ഹാപ്പി ലേണിംഗ്.